നമസ്കാരം. 5 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഇന്ന് പുലർച്ചെ ഭാഗ്യയോഗം രൂപം കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ തീർക്കുന്ന ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് പുലർച്ചെ സിദ്ധിയോഗം രൂപം കൊണ്ടു. ഇന്നു മുതൽ ഇനിയുള്ള 11 ദിവസം ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല. തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം എന്നിവയെ നേരിട്ട എത്ര വലിയ തടസ്സങ്ങളും ഇനി നിങ്ങളിൽ നിന്നും വിട്ടുമാറും. അതിന് സിദ്ധിയോഗം വഴിയൊരുക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്നതിനാൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും തിരികെ വരും. ഇനി ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടാം. കാരണം ഗണപതി ഭഗവാൻ തുണയായി, കാവലായി നിങ്ങൾക്കൊപ്പമുണ്ട്. നിലവിലുള്ള ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമാണ്. ദീർഘകാലമായി നിലനിന്ന പല പ്രശ്നങ്ങൾക്കും ഒന്നെങ്കിൽ പരിഹാരം കാണാനോ അല്ലെങ്കിൽ എന്നേക്കുമായി ആ പ്രശ്നം തീർക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാളികേരം 3 പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുന്നതും ഏറെ ഉത്തമം. ഇനിയുള്ള 11 ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധമായി ഗണപതി ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നിങ്ങളുടെ ഇനിയുള്ള 11 ദിവസവും വിഘ്നങ്ങൾ തീർത്ത് ശുഭകരമാക്കി തീർക്കാൻ ഗണപതി ഭഗവാൻ സഹായിക്കും. എല്ലാവരും ഓം ഗം ഗണപതേ നമ എന്നൊന്ന് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നക്ഷത്രങ്ങൾ: ഇടവം, കാർത്തിക രോഹിണി മകയിരം, കർക്കടകം, പുണർദം പൂയം ആയില്യം, തുലാം, ചിത്തിര ചോതി വിശാഖം, വൃശ്ചികം, വിശാഖം അനിഴം തൃക്കേട്ട, കുംഭം, അവിട്ടം ചതയം പൂരുരുട്ടാതി.